PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽ വാർത്തയിലെ 2025 ഒക്ടോബർ 11 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പോയിന്റുകളാണ്. പുതിയ SCERT ചാപ്റ്ററുകളോട് ബേസ് ചെയ്തിട്ടുള്ള 10ാം ക്ലാസ്സിലെ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന ചാപ്റ്ററിൻ്റെ പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലസദൃശ്യമായ ദ്രവമേത്? അക്വസ് ദ്രവം. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലസദൃശ്യമായ ദ്രവമേത്? അക്വസ് ദ്രവം. ടിഷ്യൂ ദ്രവം പോലെ രക്തത്തിൽ നിന്ന് ഊറിയിറങ്ങുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നതെന്ത്? അക്വസ് ദ്രവം. ടിഷ്യൂ ദ്രവം പോലെ രക്തത്തിൽ നിന്ന് ഊറിയിറങ്ങുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നതെന്ത്? അക്വസ് ദ്രവം. ലെൻസിനും കോർണിയയ്ക്കും പോഷകവും ഓക്സിജനും ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? അക്വസ് ദ്രവത്തിൽ നിന്ന്. ലെൻസിനും കോർണിയയ്ക്കും പോഷകവും ഓക്സിജനും ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? അക്വസ് ദ്രവത്തിൽ നിന്ന്. കണ്ണിലെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറ ഏത്? വിട്രിയസ് അറ. കണ്ണിലെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറ ഏത്? വിട്രിയസ് അറ. വിട്രിയസ് അറയിലുള്ള ജെല്ലി പോലുള്ള സുതാര്യമായ ഏത് ദ്രവമാണ് നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നത്? വിട്രിയസ് ദ്രവം. വിട്രിയസ് അറയിലുള്ള ജെല്ലി പോലുള്ള സുതാര്യമായ ഏത് ദ്രവമാണ് നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നത്? അപ്പോൾ നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നത് വിട്രിയസ് ദ്രവമാണ്. കോർണിയയ്ക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗമായ ഐറിസിൻ്റെ മധ്യഭാഗത്തെ സുഷിരം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്യൂപ്പിൾ. കോർണിയയ്ക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗമായ ഐറിസിൻ്റെ മധ്യഭാഗത്തെ സുഷിരം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്യൂപ്പിൾ. പ്യൂപ്പിളിൻ്റെ സാധാരണ വലുപ്പം എന്ത്? 2 മുതൽ 3 വരെ മില്ലിമീറ്റർ. പ്യൂപ്പിളിൻ്റെ സാധാരണ വലുപ്പം എന്ത്? 2 മുതൽ 3 വരെ മില്ലിമീറ്റർ. പ്യൂപ്പിളിൻ്റെ വലുപ്പം കൂടുന്നതിലൂടെ സാധാരണയിലും എത്ര മടങ്ങ് അധികം പ്രകാശത്തെ റെറ്റിനയിൽ പതിപ്പിക്കാനാകും? 16 മടങ്ങ്. പ്യൂപ്പിളിൻ്റെ വലുപ്പം കൂടുന്നതിലൂടെ സാധാരണയിലും എത്ര മടങ്ങ് അധികം പ്രകാശത്തെ റെറ്റിനയിൽ പതിപ്പിക്കാനാവും? 16 മടങ്ങ്. പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കുന്ന ഐറിസിലെ പേശികളേവ? റേഡിയൽ പേശികളും വലയ പേശികളും. പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കുന്ന ഐറിസിലെ പേശികളേവ? റേഡിയൽ പേശികളും വലയ പേശികളും. പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളേവ? മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാനും തീവ്രപ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരാതിരിക്കാനും. പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളേവ? മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാനും തീവ്രപ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരാതിരിക്കാനും. ഈ സാഹചര്യത്തിലാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നത്. തീവ്രപ്രകാശത്തിൽ സങ്കോചിക്കുന്ന ഐറിസിലെ പേശികളേവ? വലയ പേശികൾ. അപ്പോൾ തീവ്രപ്രകാശത്തിൽ സങ്കോചിക്കുന്ന ഐറിസിലെ പേശികളാണ് ഏത്? വലയ പേശികൾ. മങ്ങിയ പ്രകാശത്തിൽ സങ്കോചിക്കുന്ന ഐറിസിലെ പേശികളേവ? റേഡിയൽ പേശികൾ. മങ്ങിയ പ്രകാശത്തിൽ സങ്കോചിക്കുന്ന ഐറിസിലെ പേശികളേവ? റേഡിയൽ പേശികൾ. കണ്ണിലെ ലെൻസിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളേവ? ക്യാപ്സ്യൂൾ, ലെൻസ് നാരുകൾ, എപ്പിത്തീലിയം. കണ്ണിലെ ലെൻസിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളേവ? ക്യാപ്സ്യൂൾ, ലെൻസ് നാരുകൾ, എപ്പിത്തീലിയം. ലെൻസിലെ ഇലാസ്തിക സ്വഭാവമുള്ള ഉറ ഏത്? ക്യാപ്സ്യൂൾ. ലെൻസിലെ ഇലാസ്തിക സ്വഭാവമുള്ള ഉറ ഏത്? ക്യാപ്സ്യൂൾ. ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്നത് എന്ത്? എപ്പിത്തീലിയം. ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്നത് എന്ത്? എപ്പിത്തീലിയം. ലെൻസിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകമായ പ്രോട്ടീൻ ഏത്? ക്രിസ്റ്റലിൻ. ലെൻസിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകമായ പ്രോട്ടീൻ ഏത്? ക്രിസ്റ്റലിൻ. ലെൻസ് നാരുകളെ ആജീവനാന്തം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത്? എപ്പിത്തീലിയം. ലെൻസ് നാരുകളെ ആജീവനാന്തം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത്? എപ്പിത്തീലിയം. അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിൻ്റെ കഴിവിനെ എങ്ങനെ വിളിക്കുന്നു? പവർ ഓഫ് അക്കോമഡേഷൻ. അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിൻ്റെ കഴിവിനെ എങ്ങനെ വിളിക്കുന്നു? പവർ ഓഫ് അക്കോമഡേഷൻ. പവർ ഓഫ് അക്കോമഡേഷൻ സാധ്യമാക്കുന്നത് എങ്ങനെ? ലെൻസിൻ്റെ വക്രതയിൽ സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായി. പവർ ഓഫ് അക്കോമഡേഷൻ സാധ്യമാക്കുന്നത് എങ്ങനെ? ലെൻസിൻ്റെ വക്രതയിൽ സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായി. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവയുടെ ആകൃതി എന്ത്? യഥാക്രമം സിലിണ്ടർ, കോൺ ആകൃതി. അതായത് റോഡ് കോശങ്ങൾക്ക് സിലിണ്ടർ ആകൃതിയും കോൺ കോശങ്ങൾക്ക് കോൺ ആകൃതിയാണ്. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമേത്? റെഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമേത്? റെഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണകമേത്? ഫോട്ടോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണകം ഏത്? ഫോട്ടോപ്സിൻ. റെഡോപ്സിൻ, ഫോട്ടോപ്സിൻ വർണ്ണകങ്ങൾ ഉണ്ടാകുന്നതെങ്ങനെ? ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റെറ്റിനാലും ചേർന്നിട്ടാണ് റെഡോപ്സിൻ, ഫോട്ടോപ്സിൻ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ റെഡോപ്സിൻ, ഫോട്ടോപ്സിൻ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ? ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റെറ്റിനാലും ചേർന്ന്.
പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നതെന്ത്? ഗ്ലൂട്ടാമേറ്റ്. പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നതെന്ത്? ഗ്ലൂട്ടാമേറ്റ്. പ്രകാശം, ഇരുട്ട് എന്നിവയെപ്പറ്റി ബോധമുണ്ടാക്കുന്നതെന്ത്? ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിൽ. പ്രകാശം, ഇരുട്ട് എന്നിവയെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നത് എന്താണ്? ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലാണ്. പ്രകാശത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്ത്? ഓഫ് ബൈപോളാർ കോശങ്ങൾ. പ്രകാശത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്ത്? ഓഫ് ബൈപോളാർ കോശങ്ങൾ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.